മൽഹാർ ശ്രീമതി വീണ എസ് നായർ ചോദ്യങ്ങളില്ല. താങ്കൾ സോണിയ മൽഹാറുമായിട്ട് പൂർണ്ണമായിട്ട് യോജിപ്പിലാണല്ലോ. പക്ഷെ സോണിയയും പറയുന്നുണ്ട് ഈ വരുന്ന ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് അവർ 100% വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവർക്ക് നേരിട്ടറിയാവുന്ന ഒരു മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങളെ കുറിച്ച് അവർക്കും ഒരു വലിയ വിശ്വാസമുണ്ട് ഈ ആരോപണങ്ങളിൽ, ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ. മുകേഷിന്റെ കാര്യം തന്നെ എടുക്കാം. ക്ലീൻ ചിറ്റ് നൽകാൻ അവർ തയ്യാറായിട്ടില്ല. തീർച്ചയായും ശ്രീമതി സോണിയ മൽഹാർ സംസാരിച്ചതിൽ നിന്ന് ഞാനും മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഗൂഢതയിലേക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ പേര് ഒരിക്കൽ കൂടി എത്തിച്ചേർന്നു എന്നുള്ളതാണ്. കാരണം പൂർണ്ണമായും എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ കാഴ്ചപ്പാടെന്നോ അനുഭവമെന്നോ ഇവിടെ പങ്കുവെക്കുന്നുമില്ല. അത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വെളിപ്പെടുത്തലുകൾക്ക് വലിയൊരു തുടക്കം കുറിച്ചത് ശ്രീലേഖ മിത്ര എന്ന് പറയുന്ന ഒരു ബംഗാളി നടിയാണ്. അതിന് പിറകെ ഒന്നിനു പിറകെ ഒന്നായി ഒരുപാട് പേര് അവര് നേരിട്ടിട്ടുള്ള തിക്താനുഭവങ്ങൾ പൊതുമണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു കവചവും ഇല്ലാതെ, സാധാരണഗതിയിൽ നമ്മൾ ഫേസ് ഒക്കെ മാസ്ക് ചെയ്താണ് പലരെയും സാധാരണ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. ഇതൊന്നുമില്ലാതെ വളരെ ബോൾഡായിട്ട് ശ്രീമതി സോണിയ മൽഹാർ അടക്കമുള്ള ആളുകൾ പൊതുമണ്ഡലത്തിലേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ ശ്രീമതി സോണിയ മൽഹാർ തന്നെ പറഞ്ഞു, എനിക്കൊരു കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരാളെ മോശക്കാരനാക്കാനോ അല്ല, പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയേണ്ടതുണ്ട്. കാരണം എന്റെ നാട്ടിലെ പെൺകുട്ടികളുടെ മാനത്തിന് വില പറയുന്ന ഇത് തന്നെയാണ് അവർ എക്സാക്ട്ലി ഉപയോഗിച്ച ആ വാക്കെന്ന് പറയുന്നത്. ഒരുപാട് പെൺകുട്ടികൾ അവര് വളരെ ബിറ്ററായിട്ടുള്ള എക്സ്പീരിയൻസസിലൂടെ കടന്നു പോവുകയും ഫിലിമിനെ ഒരു പാഷനായിട്ട് കണ്ട് വന്നവര് പലരും പകുതി വഴിയിൽ ഇത് ഉപേക്ഷിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ വളരെ ഹീനവും പൈശാചികവുമായിട്ട് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് സത്യത്തിൽ ഞെട്ടി തരിച്ചുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബ്രോഡ് ആഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത വന്നപ്പോ ഞാൻ ആലോചിക്കുകയാണ്, 2017 ആക്ട്രസ് മോളസ്റ്റേഷൻ കേസ് നമ്മുടെ കേരളത്തിൽ ഉടലെടുക്കുന്നത്. 2022 ബ്രോഡ് ആഡി എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു 4-5 വർഷം നമ്മൾ ആ ആക്ട്രസ് മോളസ്റ്റേഷൻ കേസ് വന്ന സമയം തൊട്ട് സിനിമാ ഇൻഡസ്ട്രിയിലെ ഡ്രഗ് അബ്യൂസ് അടക്കമുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യുകയാണ്. ആ സംസ്ഥാനത്ത് ആ സമയത്ത് തന്നെ ഇത് കർബ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഗവൺമെന്റ് എടുക്കുമെന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലാണ് 2021 22 സിനിമാ സെറ്റിൽ വെച്ച് അസിസ്റ്റന്റ് ഡയറക്ടറാൽ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് ഡ്രിങ്കിൽ മയക്കുമരുന്ന് കലർത്തി അർത്ഥബോധാവസ്ഥയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത്. അവര് പറയുന്നത് അതിനേക്കാളും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അതിനുശേഷം മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും ഒക്കെ കഴിഞ്ഞ ജൂണിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും SITക്ക് അവര് മൊഴി കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഒരു CPMന്റെ LC സെക്രട്ടറി, കൊല്ലത്തെ CPMന്റെ LC സെക്രട്ടറിയാണ് ഈ പ്രതിയായിട്ടുള്ള ആളെ സംരക്ഷിക്കാൻ നിൽക്കുന്നത്. അവരുടെ കുടുംബജീവിതം, ഒരു അമ്മയാണ്, അവരുടെ കുടുംബജീവിതം തകർന്നു. അവർ ഡിവോഴ്സിന്റെ വക്കിലാണ്. ഈ നാട് വിട്ട് വേറൊരു സ്ഥലത്ത് പോയി ജീവിക്കുകയാണ് ജീവഭയം കൊണ്ട്. അപ്പൊ എത്ര ഈ സോണിയ മൽഹാറിനെ പോലുള്ളവർ വന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ചില പേരുകൾ ഇപ്പം അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ചില വീരന്മാരുടെ പേരുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ചിലപ്പോ ഈ പറഞ്ഞ പേരുകളിൽ തന്നെ ഉള്ളവർ തന്നെ ആയിരിക്കാം. പക്ഷെ ഈ അനുഭവസ്ഥരായിട്ടുള്ളവർ ആ പേര് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, പല കാരണങ്ങളും കൊണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ 1-2 പേര് ഒരാളുടെ പേര് പറയുമ്പോൾ അയാളിൽ നിന്ന് ബിറ്റർ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുള്ള ഒരാൾ വിചാരിക്കും ഞാൻ കൂടി ഇത് തുറന്നു പറയണം. കാരണം ഇയാൾ ഒരു ഹാബിച്വൽ, നോക്ക് ഇതെല്ലാം ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആണ്. ഒന്നിലധികം സിനിമ ശരിയാണ് വീണ, അങ്ങനെ മൾട്ടിപ്പിൾ കേസസ് ആണ് വരുന്നത്. ഇപ്പോൾ ജയസൂര്യക്കെതിരെ തന്നെ സമാന രീതിയിലുള്ള 2 പരാതികളും 2 FIRകളുമാണ് വന്നിട്ടുള്ളത്. താങ്കൾ ബ്രോഡ് ആഡിയിലെ ഒരു നടിക്കുണ്ടായ ദുരനുഭവം പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വാർത്തയിലേക്ക് പോവുകയാണ്. അവരുമായിട്ട്